നമസ്കാരം, എല്ലാവർക്കും BKM ടോക്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു ഡാൻസിന്റെ വീഡിയോ അല്ലെങ്കിൽ ഡാൻസ് ലെസൺസ് ഉള്ള ഒരു യൂട്യൂബ് ചാനലായിട്ട് കൂടി നിങ്ങൾ ഡാൻസ് അസ്പിറൻസ് തരുന്ന സ്നേഹം, സപ്പോർട്ട്, അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കുറേ നല്ല കമന്റ്സ്, കുറേ സജഷൻസ് വരാറുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ സപ്പോർട്ട് തുടരുക. ഞാൻ എന്നും ഈ തുടക്കം തൊട്ടിപ്പോഴും പറയുന്ന ഒറ്റ കാര്യം, പഠിക്കാൻ താല്പര്യമുള്ള സാഹചര്യമില്ലാത്തവർക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഞാനിത് കൂടുതലും പറയുന്നത്. മാക്സിമം സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എത്രയൊക്കെ ആയാലും കുറച്ച് മുദ്രകളും ഒന്നും അറിയാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, അടവുകളുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ച് പേർക്ക് താല്പര്യമുള്ളവരൊക്കെ കാണട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ഞെക്കിയാൽ പോയി. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ആ ചെത്തി മന്ദാരം തുളസി ഞാൻ ഇട്ടു. നമ്മുടെ വാനമ്പാടി KS ചിത്രയുടെ പാട്ട് വെച്ച് ഞാനത് ചെയ്ത് കാണിച്ചു. എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. അപ്പോൾ നമ്മൾക്ക് ഇതാണ് പാട്ടുകൾ എടുക്കുമ്പോൾ പ്രശ്നം ഇതാണ്, അവർക്ക് പക്ഷേ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നല്ലേ. നിയമപരമായിട്ട് അങ്ങനെയാണ്. നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ ആ പാട്ടൊന്നും ഉപയോഗിച്ചത് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർക്കത് പ്രശ്നമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ തൊട്ട് ഞാൻ പാടി കേൾപ്പിക്കാം, അല്ലാതെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു ഓൾട്ടർനേറ്റീവ് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് ഞാനത് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ചെത്തി മന്ദാരം തുളസി പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സോങ് ഉണ്ട്. അത് കേശാദിപാദം തൊഴുന്നേ എന്നുള്ളതാണ് കൃഷ്ണന്റെ. അത് നമുക്ക് പഠിക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ പെട്ടെന്ന് ചെയ്തു, ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു, മുദ്രകൾ എടുത്തു പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇത്തവണ ഞാൻ കുറച്ചായിട്ടാണ് എടുക്കുന്നത്, ഒറ്റയടിക്കല്ല അത് എടുക്കുന്നത്. നമ്മൾ ഈ സമയമൊക്കെ നോക്കാൻ വേണ്ടി എളുപ്പത്തിലാണ് ഈ ചെയ്യുന്നത്. കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. ക്ഷമിക്കൂ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ അത് പറയാം. അപ്പൊ ഇതിന്റെ BG ഒക്കെ അവിടെ നിൽക്കട്ടെ. ലിറിക്കിലേക്ക് നമ്മൾക്ക് വരാം. പാട്ട് വളരെ ഒരു പഴയ മലയാളം പാട്ടാണ്. കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ, പീലിച്ചുരുൾ മുടിയും നീലത്തൊടു പീലിച്ചുരുൾ മുടിയും നീല ശരീരം, അതാണ് പറയണത്. ഭാലത്തൊടു കുറിയും താണു തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ ആണ് പാട്ട്. ഇപ്പൊ നമ്മൾക്ക് അതിന്റെ ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. നീലത്തിരുവുണ്ടല്ലോ, അതാണ് ഇടയ്ക്ക് ഒരു പെട്ടെന്ന് മറന്നു. അപ്പോ കേശാദിപാദം തൊഴുന്നേ, അതായത് കേശം തൊട്ട് പാദം വരെ. ഇപ്പൊ നമ്മൾ ഭഗവാനെ കാണിക്കുമ്പോൾ നമുക്ക് കൃഷ്ണൻ ചെറിയ കൃഷ്ണനല്ലേ, ഗുരുവായൂരപ്പൻ ചെറുതാണ്. അപ്പൊ കേശാദിപാദം തൊഴുന്നേ എന്ന് ലളിതമായിട്ട് ചെയ്യാം. അരമംഗലത്തിൽ നിന്നിട്ട് കേശാദിപാദം പതാക പിടിച്ചാൽ മതി. കേശാദിപാദം തൊഴുന്നേ എന്നെടുക്കാം. ഒന്നാമത്തത് കേശവ, കൃഷ്ണന്റെ മുദ്ര കേശവ. പിന്നെ വേണമെങ്കിൽ നമുക്ക് താഴേന്ന് മേളിലേക്ക് കാണിക്കാം, പക്ഷെ ലിറിക്ക് അങ്ങനെ അല്ലാത്തത് വേണ്ട. എന്നിട്ട് കേശാദിപാദം, ഈ പതാക മാത്രമല്ല, നമുക്ക് അർദ്ധചന്ദ്രൻ വെച്ച് കാണിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ മുദ്ര പിടിക്കാം കേട്ടോ. ചതുരം വെച്ച് കാണിക്കാം. കേശാദിപാദം തൊഴുന്നേ എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ അവിടെ ഒന്നും അടവ് ചെയ്യണമെന്നില്ല. അതിന്റെ പാട്ട് സ്റ്റാർട്ടിങ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിന് ആരും പറഞ്ഞ പോലെ കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ, പീലിച്ചുരുൾ മുടിയും. അപ്പൊ ചുരുൾമുടി ഉണ്ട്, അതുപോലെ പീലി ഉണ്ടല്ലേ. അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ എടുക്കാം. പീലിച്ചുരുൾ മുടിയും, അതായത് മുടി കെട്ടി വച്ചിട്ട് അതിൽ പീലി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പീലിച്ചുരുൾ മുടിയും നീലത്തിലൂടലും. ഈ നീല കളർ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് മേഘങ്ങളുടെ കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വേണ്ട. നീലത്തിലൂടലും, അല്ലെങ്കിൽ നീലത്തിലൂടലും ഇങ്ങനെ എടുത്താൽ മതി. നീലത്തിലൂടലും. പിന്നെ ഭാലത്തൊടു കുറിയും, കൃഷ്ണന്റെ കുറി മേളിലേക്കാണ് ഗോപി. അപ്പൊ ഭാല, ഞാൻ ചതുരം പിടിച്ചു, അല്ലെങ്കിൽ പതാക കേട്ടോ. ഭാലത്തൊടു കുറിയും താണു
തൊഴുന്നേ. ഞാൻ ഏറ്റവും ലളിതമായിട്ടാണ് ചെയ്യുന്നത്, ഒരുപാട് അടവുകളൊന്നും ഇല്ലാതെ. അപ്പൊ എന്താണ്? പീലിച്ചുരുൾ മുടിയും നീലത്തിരൂടലും ഭാരത്തോടു കുറിയും. ഓ, പാട്ട് തന്നെ ചൂ മാറിപ്പോയില്ല. പീലിച്ചുരുൾ മുടിയും നീലത്തിരൂടലും ഭാരത്തോടു കുറിയും താണു തൊഴുന്നേ. കേശാദിപാദം തൊഴുന്നേ. അത് മ്യൂസിക് അവിടെ വരണുണ്ട്. അപ്പൊ കേശാദിപാദം തൊഴുന്നേ, അങ്ങനെ എടുക്കാം. കേശാദിപാദം തൊഴുന്നേ. 1 2 3 4 1 2 3 4 അവിടെ എടുക്കാം. ഓക്കെ, അതവിടെ വെച്ച് അവസാനിപ്പിക്കും. അപ്പൊ പല്ലവി ക്ലിയർ ആയല്ലോ. അടുത്തത് മകരകുണ്ടലമിട്ട മണിക്കാത് തൊഴുന്നേ. മണിക്കാത് മലർക്കാത്. അപ്പൊ മകരകുണ്ടലമിട്ട, ഇപ്പൊ നമ്മള് കുണ്ടലം ഇങ്ങനെ കാണിക്കണ്ട. ഇത് ഈ മുദ്ര പിടിക്കുക. ഇതിനിപ്പോ നമ്മള് പ്രത്യേകിച്ച് പേരൊന്നും പറയാനില്ല, നമ്മൾ ഇങ്ങനെ കാണിക്കും. നക്ഷത്രങ്ങളൊക്കെ കാണിക്കുമ്പോൾ അല്ലെ, ലൈക്ക് അങ്ങനെ മുദ്ര നമ്മൾ എടുപ്പിലേക്ക്. ഇനി ഇതായാലും മതി, ഇനി അങ്ങനെ കൺഫ്യൂഷൻ വേണ്ട. കടകാമുഖ എടുക്കാതെ മകരകുണ്ടലമിട്ട മലർക്കാത് തൊഴുന്നേ. ഇത് എല്ലാത്തിനും നമ്മളിങ്ങനെ തൊഴുന്നേന്ന് കൈ കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മകരകുണ്ടലമിട്ട മലർക്കാത് തൊഴുന്നേ, അങ്ങനെ എടുക്കാം. മകരകുണ്ടലമിട്ട മലർക്കാത്, അലപത്മം പിടിച്ചിട്ട് മലർക്കാത് തൊഴുന്നേ. കുടില കുന്തളം അല്ലെ, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അതായത് നെറ്റിയില് ചുരുളായിട്ട് മുടി കിടക്കും. അത് കിടക്കണ കണ്ടാൽ വണ്ടുകളാണെന്ന് തോന്നും. അപ്പൊ നമുക്ക് കുടില കുന്തളം തിരുനെറ്റി തൊഴുന്നേ. അത് ഇപ്പം മുടികൾ അങ്ങനെ ചുരുളുകളായി വണ്ടുകളെ പോലെ കിടക്കുന്ന തിരുനെറ്റി തൊഴുന്നേ, അതെടുക്കാം. അടുത്തത് കരുണതൻ കടലായ മിഴികൾ തൊഴുന്നേ. അപ്പൊ അതിന് മുൻപ് വല്ലതും ഉണ്ടോ നോക്കട്ടെ കേട്ടോ, നോക്കാം. അടുത്ത് കരുണ, ചതുരം പിടിച്ചിട്ട് മുന്നോട്ട്. കരുണതൻ കടലായ തിരുമിഴി തൊഴുന്നേൻ, തിരുമിഴി തൊഴുന്നേൻ. അരുണ, സൂര്യൻ. അരുണ കിരണമണി, ആ കിരണം നമുക്ക് കിരണം ഇങ്ങനെ എടുക്കാം കേട്ടോ. അതിൽ രശ്മികൾ വരുന്നതായിട്ട് എടുക്കാം. അപ്പൊ അരുണ കിരണമണി ഇങ്ങനെ എടുക്കാം. അതായത് സൂര്യന്റെ പ്രകാശം പോലെ ജ്വലിക്കുന്ന മുഖപത്മം, അതാണ്. അപ്പൊ കിരണമണി മുഖപത്മം തൊഴുന്നേ, അവിടെ നമുക്കൊരു തൊഴുന്നേ കൊടുക്കാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മൾ അനുപല്ലവിയിൽ പറഞ്ഞത്? മകരകുണ്ടലമിട്ട മലർക്കാത് തൊഴുന്നേ, പിന്നെ കുടില കുണ്ടളം പാറും തിരുനെറ്റി തൊഴുന്നേ, കരുണതൻ കടലായ തിരുമിഴി തൊഴുന്നേ, അരുണ കിരണമണി മുഖപത്മം തൊഴുന്നേ, കേശാദിപാദം അങ്ങനെ നമ്മൾ എടുക്കൂട്ടോ മുടി. കേശാദിപാദം ത്രിപതാക താഴെ പിടിച്ചിട്ട് കമഴ്ത്തി പാദം തൊഴുന്നേ. ലഭിച്ചു പോവാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഒന്നുകൂടെ അതുപോലെ പാടാം. കേശാദിപാദം തൊഴുന്നേ, കേശാദിപാദം തൊഴുന്നേ, പീലിച്ചുരുൾ മുടിയും നീലത്തിരൂടലും ഭാലത്തൊടു കുറിയും താണു തൊഴുന്നേ, കേശാദിപാദം തൊഴുന്നേ. മകരകുണ്ടലമിട്ട മലർക്കാത് തൊഴുന്നേ. അവിടെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പൊ മലർക്കാത് തൊഴുന്നേ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 അത്ര എടുക്കാം. ഓക്കെ, വീണ്ടും അത് തന്നെ. മകരകുണ്ടലമിട്ട മലർക്കാത് തൊഴുന്നേ, കുടില
തൊഴുന്നേ. അവനെ ഷോർട്ട് വീഡിയോ ആയിട്ട് നിർത്തുകയാണ്. ഇത്രയും ലിറിക്സ്, കൈകളും മീനിങ്, എക്സ്പ്രഷൻസ് പഠിച്ചിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരണം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി പഠിക്കാം. ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഒരു സംവിധാനം നോക്കുന്നുണ്ട്. സോ അതുവരേക്കും ടേക്ക് കെയർ, ബൈ. നന്നായി പഠിക്കൂ, സപ്പോർട്ട് ചെയ്യൂ, എൻജോയ് ഡാൻസിങ്, സെലിബ്രേറ്റ് ഡാൻസിങ് വിത്ത് മീ. താങ്ക് യു സോ മച്ച്. ലവ് യു. ബൈ.